ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. എന്നും ഒരേപോലത്തെ ഫിഷ് കറി ഉണ്ടാക്കുന്നതിന് പകരം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ടാക്കി നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കിലോ മോദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ലെമൺ ജ്യൂസ് ഒഴിച്ച് നമുക്കിത് അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു അരപ്പ് പ്രിപ്പയർ ചെയ്യണം. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുക്കുക. ഇത് ചെറിയ വെളുത്തുള്ളിയാണ്. ഒരു 1/4 ഇഞ്ച് ഇഞ്ചി, അതും ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് ചുവന്നുള്ളി, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക്, അതിൻ്റെ കൂടെ ഒരു വലിയ ടൊമാറ്റോ കൊത്തിയരിഞ്ഞത്. ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അതിൻ്റെ പുറകെ ഒരു 3-4 പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് മിക്സിയിൽ നിന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം ഒരു 10 മിനിറ്റ് നമുക്കിത് വഴറ്റിയെടുക്കാം. ഈ അരപ്പിൻ്റെ കൂടെ മുളക് പൊടി 1 ടീസ്പൂൺ, കശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ അതുകൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റ് ഞാനിത് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് 1 കപ്പ് പുളിവെള്ളം ഒഴിക്കാം. വാളംപുളിയുടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം മിക്സ് ചെയ്ത് അത് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയം ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി കുറച്ചൊന്ന് നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായ 2-3 കപ്പ് ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്കൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചെണ്ണ മതി ഇതിന്. അതിനാവശ്യമായ എണ്ണ ഒഴിച്ച് എല്ലാ മീനും 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ നമുക്കിതൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷൊക്കെ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാല ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് എല്ലാം കൂടി യോജിക്കുന്നതിനായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്നുകൂടി ഉപ്പെല്ലാം കറക്റ്റാണെന്ന് നോക്കുക. വളരെ നല്ലൊരു ഫ്രേഗ്രൻസ് ആണ് വരുന്നത്. നല്ലൊരു അരോമ വരുന്നുണ്ട്. ലാസ്റ്റ്ലി ഇതിനൊരു അഡീഷണൽ ഫ്ലേവറിനായി നമുക്ക് കസൂരി മേത്തി പൊടിച്ച് ചേർക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കും അറിയിക്കണേ. Thank you so much for watching Sarah's Herbs and Spices. Good day.